ഹൗ ക്യാൻ എ ബൗളർ ഗെറ്റ് വൈഭവ് സൂര്യവംശി ഔട്ട്? ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ പറഞ്ഞുതരാം. ഈ IPL തന്നെ ഒരുപാട് ബൗളേഴ്സ് പ്രയോഗിച്ച് വിജയിച്ചൊരു ടെക്നിക്കാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ടെസ്റ്റ് മാച്ച് ബൗൺസർ എന്ന് പറയും. ഇപ്പം വൈഭവ് സൂര്യവംശി ബാറ്റ് ചെയ്യുമ്പം റൈറ്റ് ഹാൻഡ് പേസ് ബൗളേഴ്സ് ഓവർ ദ വിക്കറ്റ് വന്ന് ബോഡി ഹെഡ് ലൈനിൽ നല്ല പേസിൽ ഒരു ബൗൺസർ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊരു മിസ്സിറ്റായിട്ട് ഒരു ടോപ്പ് എടുത്ത് ക്യാച്ച് എടുത്ത് പുറത്താകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദിൻ്റെ പ്രബുൽ ഹിഞ്ച് സൂര്യവംശിയുടെ വിക്കറ്റ് എടുത്തത്. രണ്ടാമത്തെ ഒരു ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഓഫ് സ്പിന്നറിനെ കൊണ്ടുവരിക, അത് പവർ പ്ലേയിൽ തന്നെ കൊണ്ടുവരിക. സൂര്യവംശി എന്ന് പറയുന്നത് പന്തിനെ വലിച്ചടിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ബാറ്ററാണ്. ബാറ്റ്സിങ് നല്ല സ്പീഡിൽ സിങ് ചെയ്യുന്നൊരു ബാറ്ററാണ്. അപ്പോൾ ഒരു ഓവർ ഒരു പേസ് ബോൾ എറിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഓവർ ഇപ്പം ക്വാളിഫയർ 2-ലാണെങ്കിൽ GTക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വാഷിംഗ്ടൺ സുന്ദർ ഓഫ് സ്പിന്നറാണ്. സൂര്യവംശിയുടെ ആർക്കിൽ പന്ത് വരാത്ത രീതിയിൽ കുത്തി തിരിഞ്ഞു പോകുന്ന രീതിയിൽ കുറച്ച് പന്തുകൾ എറിയുക, അതിൽ സൂര്യവംശി വീട്ടാൻ നോക്കുക. അത് പറ്റിയില്ലെങ്കിൽ നമ്മുടെ അശ്വിനും അജിന്ത മെൻഡിസൊക്കെ പണ്ട് എറിഞ്ഞിരുന്ന പോലെ ഒരു ക്യാരം ബോളോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യും. ഓഫ് സ്പിന്നർ ആണെങ്കിലും ഫുൾ ലെങ്കിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കന് ഉറപ്പായിട്ടും ലോങ് ഓൺ മുകളിൽ കൂടെ 6 അടിച്ചിരിക്കും. അതുകൊണ്ട് കുറച്ച് ബാക്ക് ഓഫ് ദ ലെങ്ത് അവൻ്റെ ആർക്കിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന രീതിയിൽ പന്ത് എറിയാമെങ്കിൽ കുറച്ച് ഫസ്റ്റ് ചെയ്യിപ്പിക്കാം, അതിൽ ചിലപ്പം വിക്കറ്റ് എടുക്കാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്യാരം ബോളോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പന്ത് ഉപയോഗിച്ചിട്ട് വിക്കറ്റ് എടുക്കാം. നമ്മൾ വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെ ഇഷാൻ കിഷനെതിരെയും അഭിഷേക് ശർമ്മയ്ക്കെതിരെയും പല ടീമുകളും ഓഫ് സ്പിന്നേഴ്സിനെ കൊണ്ടുവന്ന് വിക്കറ്റ് എടുത്ത് നമ്മൾ കണ്ടതാണ്. ഗുജറാത്തിന് വേണമെങ്കിൽ ആ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളൊരു ഗുജറാത്ത് ആരാധകനാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ നെഹ്റാജിക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.